പത്തനംതിട്ട തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ റോഡിലേക്ക് വെള്ളം കയറി. ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് സമീപത്തു കൂടി ഒഴുകുന്ന മണിമലയാർ കരകവിഞ്ഞതിനെ തുടർന്ന് റോഡിലേക്ക് വെള്ളം കയറി തുടങ്ങിയത്. റോഡിന്റെ 100 മീറ്ററോളം ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന പാതയിൽ ഒരടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട്. അതേസമയം ശക്തമായ മഴയെ തുടർന്ന് കക്കി ആനത്തോട് ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. മൂഴിയാർ ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഈ ആറ്റിനുള്ള വെള്ളം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ 2 വീട് ആറ്റോട്ട് ഇടിഞ്ഞ് വീടായിട്ടിരിക്കുന്നു. അത് പിച്ചിങ് കളത്തി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസമെല്ലാം മാറി വരും. 2-3 ദിവസം മുമ്പ് നമ്മൾ മന്ത്രിക്ക് പേപ്പർ കൊടുത്തേക്കാണ്. ഇതുപോലെ പിച്ചിങ് ഇടിഞ്ഞ് പോയി വീട് പോകാതിരിക്കാൻ പറഞ്ഞുള്ള പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് റോഡിനും വളരെ ബുദ്ധിമുട്ടുണ്ട്. വണ്ടിക്ക് യാത്രക്കാർക്കൊന്നും പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഈ ടൂറിലെല്ലാം ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. സുജു ടി ബാബു, ഇപ്പോഴും മണിമലയാർ കരകവിഞ്ഞൊഴുകുകയാണോ? മറ്റ് നദികളിലെ അവസ്ഥ എങ്ങനെയാണ്? അച്ചൻകോവിലാറ്, പമ്പയാർ, ഈ അവിടങ്ങളിലെ സാഹചര്യം എങ്ങനെയുണ്ട്? ജില്ലയിലെ പൊതുവെ മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? സിജു, ഇപ്പോൾ മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്ന ഇതിൽക്കെ തന്നെ വ്യക്തമാകും, നല്ല വെയിൽ ഉദിച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ഈ മണിമലയാറിൻ്റെ തീരത്ത് നിൽക്കുന്ന ആളുകളുടെ ആശങ്ക ഒരു പരിധിവരെ ഒഴിയുകയാണ്. എന്നിരുന്നാൽ പോലും കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകൾ ജാഗ്രത പുലർത്തേണ്ടതായ സാഹചര്യമുണ്ട്. ഈ പത്തനംതിട്ട ജില്ലയുടെ ഒരു ഭൂപ്രദേശം അങ്ങനെ തന്നെയാണ്. മലയോര മേഖല ഇപ്പോൾ മലയോര മേഖലയുണ്ട്. അതുപോലെ തന്നെ തിരുവല്ലയിലെ അപ്പർ കുട്ടനാട് മേഖല താഴ്ന്ന പ്രദേശമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ മഴ പെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ മണിമലയാറിൻ്റെ തീരത്തുള്ള ചില ഇടങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലാണ് ഇപ്പോൾ വെള്ളം കയറുകയും ഗതാഗതം എന്നാൽ പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടില്ല. അവിടെ ഇരുചക്ര വാഹനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് നിലവിലുള്ളത്. എന്നാൽ ഇപ്പോൾ വെയിൽ ഉദിച്ച സാഹചര്യത്തിൽ അത് ഏതാനും മണിക്കൂറുകളിൽ തന്നെ വെള്ളം തിരികെ ഇറങ്ങാനാണ് സാധ്യത. എന്നാൽ മഴ തുടർന്നാൽ KSRTC ബസ് ഉൾപ്പെടെയുള്ളവ സർവീസ് നിർത്തേണ്ട സാഹചര്യത്തിലേക്ക് വരും. നിലവിൽ മഴ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പ് ഗ്രീൻ അലർട്ടാണ്. മഴ അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഇല്ലാത്ത സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജില്ലയിലെ മൂഴിയാർ ഡാമാണ് നിലവിൽ തുറന്നിട്ടുള്ള 3 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അതിനാൽ തന്നെ കക്കാട്ടാറിൻ്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ നദികളിലെ ജലനിരപ്പ് അപകടകരം വിധം ഇതുവരെയും ഉയർന്നിട്ടില്ല. സിജു, ശരി. സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്.